2008 മുംബൈ ഭീകരാക്രമണത്തിൽ ഹേമന്ത് കർക്കരെയുടെ മരണത്തെ ചൊല്ലി മഹാരാഷ്ട്രയിൽ പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വിജയ് വഡേത്തിവാർ ഉയർത്തിവിട്ട ആരോപണങ്ങളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും കത്തുന്ന വിഷയമായി മാറിയിരിക്കുന്നത്. മുംബൈ ഭീകരവിരുദ്ധ സംഘം മുൻ മേധാവി ഹേമന്ത് കർക്കരെ കൊല്ലപ്പെട്ടത് RSS ബന്ധമുള്ള പോലീസുകാരന്റെ വെടിയേറ്റാണെന്നായിരുന്നു വഡേത്തിവാറുടെ വാദം. ആരോപണത്തിൽ പിടിച്ച് പ്രതിപക്ഷത്തെ അടിക്കാനുള്ള ആയുധമാക്കി അതിനെ BJP ഉപയോഗിക്കുമ്പോൾ വാദങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ. ആരോപണങ്ങൾ ഗൗരവത്തോടെ അന്വേഷിക്കണമെന്ന് തരൂർ ആവശ്യപ്പെടുന്നു. അന്വേഷണത്തിന് സമയം വൈകിയിട്ടില്ല. ഇത്രയും സുപ്രധാനമായൊരു വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള എല്ലാ അവകാശവും രാജ്യത്തിനുണ്ട്. അതീവ ഗുരുതരമായ വിഷയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ആരോപണം പൂർണ്ണമായും ശരിയാണെന്ന് താൻ പറയുന്നില്ലെന്നും തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷയം അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കുറച്ചു കാലമായി പൊതുമണ്ഡലത്തിലുള്ള വിഷയമാണ് മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത്. മുൻ പോലീസ് IG SM മുഷ്രിഫിന്റെ പുസ്തകത്തിൽ ഇതേ ആരോപണമുണ്ട്. കർക്കരെ കൊല്ലപ്പെട്ടത് അജ്മൽ കസബിന്റെ വെടിയേറ്റല്ലെന്നും ഒരു പോലീസ് തോക്കിൽ നിന്നുള്ള വെടിയേറ്റാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം ഗൗരവമായി അന്വേഷിക്കേണ്ടതുണ്ടെന്നും തരൂർ കൂട്ടിച്ചേർത്തു. നോർത്ത് സെൻട്രൽ മുംബൈയിൽ BJP സ്ഥാനാർത്ഥിയും മുംബൈ ഭീകരാക്രമണ കേസിൽ പ്രോസിക്യൂട്ടറുമായ ഉജ്ജൽ നിഗത്തിനെതിരെ ശശി തരൂർ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ജയിലിൽ പാകിസ്ഥാൻ ഭീകരന് കഴിക്കാൻ ബിരിയാണി കൊടുത്തെന്ന് പ്രചരിപ്പിച്ചയാളാണ് ഇദ്ദേഹം. ഇയാൾ മോശക്കാരനാണെന്ന് വ്യക്തമാക്കുന്ന സംഭവമാണിത്. നേരത്തെ തന്നെ ഉജ്ജൽ തന്റെ രാഷ്ട്രീയ ചായ്വ് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ അദ്ദേഹം മുമ്പ് എടുത്ത പല നിലപാടുകളെയും അത് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് സംശയിക്കാനുള്ള എല്ലാ ന്യായവുമുണ്ട്. ഈ ആരോപണം ശരിയാണെന്ന് പറയുകയല്ല, ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെടുന്നതെന്നും തരൂർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് വിജയ് വഡേത്തിവാർ മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. ഭീകരാക്രമണ കേസിൽ പ്രോസിക്യൂട്ടറായിരുന്ന ഉജ്ജൽ നിഗത്തെ നോർത്ത് സെൻട്രൽ മുംബൈയിൽ BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു വഡേത്തിവാർ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയത്. കർക്കരയെ കൊന്നത് RSS ബന്ധമുള്ള പോലീസുകാരനാണെന്നും ഇക്കാര്യം അറിയുമായിരുന്നിട്ടും കോടതിയിൽ ഉജ്ജൽ നിഗം മറച്ചുവെച്ചു എന്നുമായിരുന്നു വഡേത്തിവാർ പറഞ്ഞത്. കോൺഗ്രസ് നേതാവിന്റെ പരാമർശങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി BJP ശിവസേന ഷിൻഡെ വിഭാഗം നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് മുതൽ BJP IT സെൽ മേധാവി അമിത് മാളവ്യ വരെ രൂക്ഷമായ ഭാഷയിലാണ് വഡേത്തിവാറിന്റെ പരാമർശങ്ങളെ നേരിട്ടത്. ശിവസേന അദ്ദേഹത്തിനെതിരെ അന്വേഷണവും ആവശ്യപ്പെട്ടു. പരാമർശങ്ങളെ വളച്ചൊടിച്ച് BJP തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ തിരിച്ചടി നൽകാൻ തുടങ്ങിയതോടെ വഡേത്തിവാർ വിശദീകരണവുമായി രംഗത്തെത്തി. പറഞ്ഞതൊന്നും തന്റെ വാക്കുകളല്ലെന്നും മുൻ മഹാരാഷ്ട്ര IG SM മുഷ്രിഫിന്റെ പുസ്തകത്തിൽ വ്യക്തമാക്കിയ കാര്യങ്ങളാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. കർക്കരയ്ക്ക് വെടിയേറ്റ ഉണ്ടയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ടെന്നും വിജയ് വഡേത്തിവാർ കൂട്ടിച്ചേർത്തു. രാജ്യത്തെ പ്രമാദമായ നിരവധി കേസുകളിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി കോടതിയിലെത്തിയ പ്രമുഖ അഭിഭാഷകനാണ് ഉജ്ജൽ നിഗം. 1993 ബോംബെ സ്ഫോടനം, പ്രമോദ് മഹാജൻ വധക്കേസ്, 2008 മുംബൈ ഭീകരാക്രമണം, 2013 മുംബൈ കൂട്ട ബലാത്സംഗ കേസ്, 2016 കോപ്പാടി ബലാത്സംഗം എന്നിവയിലെല്ലാം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു അദ്ദേഹം. 2016 കേന്ദ്ര സർക്കാർ നിഗത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. മുംബൈ ഭീകരാക്രമണ കേസിൽ അജ്മൽ കസബിനെ കുറിച്ചുള്ള വിവാദ പരാമർശങ്ങളുമായും ഉജ്ജൽ നിഗം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. കസബിന് ജയിലിൽ ബിരിയാണി നൽകിയെന്നായിരുന്നു ആരോപണം. സംഭവം വലിയ കോളിളക്കം സൃഷ്ടിച്ചു. അന്ന് മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന കോൺഗ്രസ് NCP സർക്കാരിന് വലിയ തലവേദനയായ പരാമർശം. പക്ഷേ അല്പം കഴിഞ്ഞ് നിഗം തന്നെ ആ പരാമർശം പിൻവലിച്ചു. അജ്മൽ കസബിന് കിട്ടുന്ന സഹതാപം ഇല്ലാതാക്കാൻ നടത്തിയ പരാമർശം മാത്രമായിരുന്നുവെന്ന് പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു ഉജ്ജൽ നിഗം.